2024 തിയേറ്ററിൽ നിന്ന് മികച്ച വിജയം നേടിയ ചിത്രമായിരുന്നു ഗിരീഷ് ഷെഡിയുടെ സംവിധാനത്തിൽ നസ്ലീനും മമിത ബൈജുവും പ്രധാന വേഷങ്ങളിലെത്തിയ റൊമാന്റിക് കോമഡി ചിത്രം പ്രേമലു. സൂപ്പർ ശരണയ്ക്ക് ശേഷം ഗിരീഷ് ഷെഡി സംവിധാനം ചെയ്ത ബ്ലോക്ക് ബസ്റ്ററായി തീർന്ന ചിത്രമായിരുന്നു ഇത്. ചിത്രം ബോക്സ് ഓഫീസിൽ വമ്പൻ ഹിറ്റായി എന്ന് മാത്രമല്ല, മലയാളികൾക്ക് പുറമെ മറ്റ് ഭാഷകളിലുള്ളവരും സ്വീകരിച്ചു. 2024 ഏപ്രിൽ 18-നാണ് പ്രേമലു 2 ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത്. പ്രേമലു സിനിമയുടെ വിജയാഘോഷ പരിപാടിയിലായിരുന്നു സംവിധായകന്റെ പ്രഖ്യാപനം. എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് പ്രേമലു 2 നീണ്ടുപോവുകയായിരുന്നു. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക് ഭാഷകളിലും ഡബ്ബ് ചെയ്ത് ചിത്രം ഒരുമിച്ച് റിലീസ് ചെയ്യാനും പദ്ധതിയിട്ടിരുന്നു. എന്നാൽ ചിത്രം ഉപേക്ഷിച്ചു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് ചിത്രം ഉപേക്ഷിക്കുന്നതെന്ന കാരണം ഇതുവരെ വ്യക്തമല്ല. ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും സംവിധായകന്റെയോ നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എങ്കിലും ചിത്രം ഉപേക്ഷിച്ചു എന്നാണ് സോഷ്യൽ മീഡിയയിലെ പല പ്രമുഖ പേജുകളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം സിനിമയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച നസ്ലിന് സ്ക്രിപ്റ്റ് വർക്കാകാതെ പോയതാണ് സിനിമ ഉപേക്ഷിക്കാനുള്ള കാരണമെന്നാണ് ചില ഓൺലൈൻ ട്രാക്കർമാർ റിപ്പോർട്ട് ചെയ്യുന്നത്. നേരത്തെ ചില സാങ്കേതിക കാരണങ്ങളാൽ പ്രേമലുവിന്റെ 2ാം ഭാഗം ഉടനെ ഉണ്ടാകില്ലെന്ന് ദിലീഷ് പോത്തൻ അറിയിച്ചിരുന്നു. പ്രേമലു 2 എന്തായാലും ഉടനില്ലെന്നും സാങ്കേതിക പ്രശ്നങ്ങളാണ് കാരണമെന്നുമായിരുന്നു ദിലീഷ് പോത്തൻ അന്ന് പറഞ്ഞത്. പിന്നീട് സിനിമയെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളൊന്നും തന്നെ പുറത്തു വന്നില്ല. റൊമാന്റിക് കോമഡി ജോണറിൽ പുറത്തിറങ്ങിയ ചിത്രത്തിന് OTT റിലീസിന് ശേഷവും മികച്ച പ്രതികരണങ്ങളാണ് ലഭിച്ചിരുന്നത്. ഹൈദരാബാദിന്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ചിത്രത്തിൽ നസ്ലീൻ, മമിത ബൈജു എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ശ്യാം മോഹൻ, അഖില ഭാർഗവൻ, സംഗീത് പ്രതാപ്, അൽതാഫ് സലീം, മീനാക്ഷി രവീന്ദ്രൻ എന്നിവരും ചിത്രത്തിൽ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ഗിരീഷ് ഷെഡിയും കിരൺ ജോസിയും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയത്. ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഫഹദ് ഫാസിൽ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്നാണ് ഈ ഒരു ചിത്രം നിർമ്മിച്ചത്. 2024 ഫെബ്രുവരി 9-ന് തിയേറ്ററുകളിലെത്തിയ ചിത്രം മലയാളത്തിലെ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തിരുത്തി കുറിച്ചിരുന്നു. 12.5 കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച പ്രേമലു 136.25 കോടി രൂപയാണ് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത്. നസ്ലീൻ, മമിത ബൈജു കോംബോയുടെ പ്രകടനം തന്നെയായിരുന്നു ചിത്രത്തിന്റെ വിജയരഹസ്യവും. എന്തായാലും സച്ചിന്റെയും റീനുവിന്റെയും പിന്നീടുള്ള പ്രണയകഥ സ്ക്രീനിൽ കാണാൻ കാത്തിരുന്ന പ്രേക്ഷകർക്ക് ഈ വാർത്ത വലിയ ഞെട്ടലാണ് നൽകിയിരിക്കുന്നത്. അതേസമയം നിവിൻ പോളിയും മമിത ബൈജുവും പ്രധാന വേഷങ്ങളിലെത്തുന്ന ബത്ലഹേം കുടുംബ യൂണിറ്റാണ് ഗിരീഷ് ഷെഡിയുടേതായി പുറത്തിറങ്ങാനിരിക്കുന്ന അടുത്ത ചിത്രം. ഭാവന സ്റ്റുഡിയോസ് തന്നെയാണ് ഈ ചിത്രവും നിർമ്മിക്കുന്നത്. 2026 ഓണം റിലീസായി ചിത്രം തിയേറ്ററുകളിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ.